ജോജിക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിസ 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസത്തിനകത്ത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? ഹായ് ഗൈസ്, ഫെബി. ഞാൻ ജോർജി വന്നിട്ട് ഏകദേശം 3 to 4 years ആയിട്ടുണ്ട്. നോർമലി ജോർജിയിലേക്ക് വരാൻ നോക്കുന്ന സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് വിസ വരാൻ ലേറ്റ് ആവുന്നത്. 30 days 60 days എന്നൊക്കെ ഏജൻസീസ് പറയും. ബട്ട് മിനിമം 4 months എങ്കിലും വെയിറ്റ് ചെയ്ത ഒരുപാട് സ്റ്റുഡൻസ് നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഉണ്ടാവും. റീസെൻ്റ് ആയിട്ട് നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി വരുന്ന സ്റ്റുഡൻസ്, അതായത് ഇനി ജോർജിയിലോട്ട് വരാൻ പോകുന്ന സ്റ്റുഡൻസ്, ജൂലൈ 1 തൊട്ട് നിങ്ങൾക്ക് ഒരു കിടിലൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 30 days ആണ് വെയിറ്റ് ചെയ്യേണ്ടത് വരിക. അതായത് മിനിമം 30 days ആണ് നമ്മുടെ എംബസി പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ പ്രയോറിറ്റി അല്ലെങ്കിൽ അർജന്റ് പ്രയോറിറ്റി. രണ്ടിൻ്റെ ചേഞ്ച് ഞാൻ പറഞ്ഞുതരാം. വെറും പ്രയോറിറ്റി ആണെങ്കിൽ $100 നിങ്ങൾ എക്സ്ട്രാ പേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 15 daysനകത്ത് നിങ്ങളുടെ വിസ വരും. അതിലും പെട്ടെന്ന് നിങ്ങൾക്ക് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ അർജന്റ് പ്രയോറിറ്റി, അതായത് $200, ജസ്റ്റ് 10 days. അപ്പം ഈ 2 സംഭവങ്ങൾ ഇപ്പം ആക്റ്റീവ് ആണ്. അതായത് ജൂലൈ 1 തൊട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ഏത് സ്റ്റുഡൻസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇങ്ങനെ 3 ഓപ്ഷൻസ് കിടക്കുന്നുണ്ട്. ഒന്ന് നോർമൽ വെറും $20 30 days വരുന്നത്, പിന്നെ പ്രയോറിറ്റി അത് $100, പിന്നെ അർജന്റ് പ്രയോറിറ്റി അതായത് $200. അപ്പോൾ ഇതുപോലത്തെ ഇനി കിടിലൻ കണ്ടൻസിനായിട്ട് ഫോളോ മീ.